ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ്. ഫോണ്ടന്റ് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ കേക്കിലേക്ക് ഈ ഒരു ക്രീമാണ് കേട്ടോ, ഫ്യൂഷിയ എന്നുള്ള ഈ ഒരു പിങ്കാണ് ഞാൻ ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കേക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു 1 kg ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ്, നമ്മൾക്ക് ഈ ഫോണ്ടൻ്റ് വർക്കുകൾ കേക്കിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പറ്റുമോ, അതുപോലെ കേക്ക് കൊടുക്കണ മുന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കേക്കിൽ നിന്ന് ഒലിച്ചു പോകുന്നു എന്നൊക്കെയുള്ള കംപ്ലയിൻസ്. കേക്കിന് മുകളിൽ വെക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊന്നും അങ്ങനെ ഒലിച്ചു പോകുന്നില്ല, സൈഡിൽ വെക്കുന്നതാണ് ഒലിച്ചു പോകുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അവരോട് ഒരു കൃത്യസമയം എപ്പോഴെത്തും എന്നുള്ള ആ ഒരു കട്ടിങ്ങിൻ്റെ കുറച്ച് മുന്നേ വരാൻ പറയുക. അതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമ്മളത് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ ഒലിച്ച് പോണ ആ ഒരു ഇതുണ്ടാവില്ല കേട്ടോ. പിന്നെ അതുപോലെ സൈഡിലൊക്കെ വെക്കുന്നത് വളരെ തിന്നായിട്ടുള്ള ഇത് വെച്ച് കൊടുക്കുക. ഒരുപാട് കട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെയിറ്റ് താങ്ങാൻ വയ്യാതെ തന്നെ താഴേക്ക് ഒലിച്ചു പോകും. ഇപ്പോൾ നമ്മൾ ക്രീം നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഈ ഒരു പാലറ്റ് നൈഫിൻ്റെ ഡിസൈനാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഈ ഒരു ഡെക്കറേഷൻ. ഇതിന് ഇതുപോലത്തെ പാലറ്റ് നൈഫ് വേണമെന്നൊന്നുമില്ല, സ്പൂണിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കേക്കിൽ ഒരുപാട് ഷാർപ്പ് എഡ്ജ് കിട്ടാത്തവർക്കൊക്കെ ഈ ഒരു ഡെക്കറേഷൻ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. സെയിം ഇതുപോലെ തന്നെ നമുക്ക് സൈഡിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യണ മുന്നേ നമ്മൾ ക്രീമിൽ കളർ കൊടുത്ത് ആ ഒരു ടൈമിൽ തന്നെ ചെയ്യണം കേട്ടോ. അല്ലാതെ ഫ്രിഡ്ജിലൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കേക്ക് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണ്ടൻ്റ് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ റെഡ് കളർ ഓൾറെഡി എൻ്റെ കയ്യിൽ ഫോണ്ടൻ്റ് ഉണ്ട് കേട്ടോ. വൈറ്റും റെഡും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. റെഡിലൊക്കെ കളർ കൊടുക്കുമ്പോൾ ഒരുപാട് ചേർക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡിൻ്റെ ഒരു പീസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ് ഫോണ്ടൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കോൺഫ്ലോർ, അതുപോലെ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് CMC അല്ലെങ്കിൽ നമ്മൾ തൈലോസ് പൗഡർ ഏതെങ്കിലും ഒന്ന്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഫോണ്ടൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു ചെറിയ ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ വരെ എടുക്കാം. കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി ഞാൻ ഈ ഒരു റോസിൻ്റെ മോൾഡ് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക, എന്നിട്ട് ലെവൽ ചെയ്തിട്ട് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്തിട്ട് ബാക്കി എടുക്കുക, എന്നിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. ഇനി ഇത് ആദ്യം നമുക്ക് വേണമെങ്കിൽ അതിൽ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൗഡർ അല്ലെങ്കിൽ മൈദ എന്തെങ്കിലും ഡസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഞാനിതാ എൻ്റെ കയ്യിൽ ഫോണ്ടൻറ്റിൻ്റെ ഒരു ടൂൾസ് ഉള്ളതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ചെയ്യണം. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് സ്പൂണിൻ്റെ ബാക്ക് സൈഡോ എങ്ങനെയെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മോൾഡിൽ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചാൽ ഫ്ലവർ കിട്ടുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. പക്ഷേ അതെന്താണെന്ന് അറിയാം, ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫോണ്ടൻ്റ് ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ വെച്ചിട്ട് ഇപ്പോൾ തന്നെ എടുക്കാം. മറ്റേത് നമ്മൾ കളർ ചേർത്തിട്ടുള്ളേ ചോക്ലേറ്റ് റോസ് ഫ്ലവറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വൈറ്റ് കോമ്പൗണ്ടിൽ കളർ ചേർത്തിട്ട് നമ്മൾ എടുക്കുമല്ലോ. ആ ഒരു ടൈമിൽ നമുക്ക് ഇത് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് തിരിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ ചോക്ലേറ്റ് അവിടെ ചിലപ്പോൾ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഫോണ്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ടും ഇത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പറ്റും, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്കിൽ വെച്ചാൽ സൈഡിൽ വെച്ചാലും നമുക്കത് ഒലിച്ചു പോവില്ല. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് നമുക്ക് ഫോണ്ടൻ്റ് വർക്ക് റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഇളം വെയിലത്ത് കൊണ്ടുപോയിട്ട് ഈ ഫിഗേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് വെയിൽ ഒളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ നമ്മളെ ഫോണ്ടൻ്റ്. അപ്പോൾ അത് ഞാനിപ്പം ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഗോൾഡൻ ഡസ്റ്റാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ കേക്കിൻ്റെ മുകളിൽ വെക്കണതിൽ നമ്മളിപ്പോൾ കോൺഫ്ലവർ നമ്മൾ തൈലോസോ അല്ലെങ്കിൽ CMC ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേക്കിൻ്റെ മുകളിൽ വെക്കണത് അതുപോലെ തന്നെ നിൽക്കും. സൈഡിൽ വെക്കണതിനൊക്കെയാണ് നമുക്ക് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതാ ഞാനിപ്പോൾ ആ ഒരു റെഡ് ഫോണ്ടൻ്റ് റോസിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ ഡസ്റ്റാണ് കേട്ടോ ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വീഡിയോയിൽ അത്ര കണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇനി നമ്മൾക്ക് ഫോണ്ടൻറ്റിൽ നമ്മൾ ലെറ്റേഴ്സ് നെയിം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് കേക്കിൽ വെച്ച് കൊടുത്തു. അതുപോലെ ഒരു ടോപ്പറും വെച്ചു. അപ്പോൾ നടുവിൽ അത് വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കി നമ്മൾ ഫ്ലവേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളല്ലേ ഈ ഒരു ഡെക്കറേഷൻ.
ആർക്കും ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നല്ല കേക്കിന് നല്ലൊരു റിച്ച് ലുക്കും കിട്ടും. ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു ഷുഗർ ബോൾസ് ഉണ്ടായിരുന്നു റെഡ് കളറിൽ, അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.